CMRL ഈ റെയ്ഡിൽ പിടിച്ച ഫയൽ നോക്കി അതിലെ ഡയറികളിൽ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയൊന്നും ഒരു കേസും മുന്നോട്ട് പോവില്ല. അങ്ങനെ അതൊക്കെ സുപ്രീം കോടതി തന്നെ മുമ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള എൻട്രീസ് ആരെയും കേസിൽ പ്രതി ചേർക്കാനോ കുറ്റക്കാരാക്കാനോ ഒന്നുമുള്ള ഉപാധി അല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ 2 UDF നേതാക്കൾ ഹൈക്കോടതിയിൽ ഒപ്പോസ് ചെയ്തിട്ടാണ് നിലപാടെടുത്തത്. കാരണം ഇല്ലെങ്കിൽ അവരും കേസിൽ പ്രതിയാവും. അപ്പൊ എല്ലാം കൂടി അങ്ങ് വീണ വിജയന്റെ തലയിൽ വന്നിരിക്കും എന്നൊക്കെ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഈ കേസ് ഉദ്ദേശിക്കുന്നത് പോലെ മുന്നോട്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, കേസ് ഉദ്ദേശിക്കുന്ന പോലെ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഈ പറഞ്ഞ പേരുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരാൻ സാധ്യതയില്ല. അന്വേഷിക്കട്ടെ അഭിലാഷ്, ഇതിലൊക്കെ നമുക്കൊന്നും മുൻവിധി പറയാൻ പറ്റില്ല. ഇവിടെ വീണ വിജയന്റെ പേരുള്ള കാര്യം എന്താ വെച്ചാൽ ആദായ നികുതി വകുപ്പിന്റെ ഒരു സംവിധാനം കണ്ടെത്തിയ കാര്യമാണ്. മറ്റേത് ഒരാളുടെ ഡയറിയിൽ കുറെ പേര് എഴുതി വെച്ചു, അത് അവർ സമ്മതിച്ചല്ലോ. സെറ്റിൽമെന്റ് ബോർഡ് രേഖയുടെ ഭാഗമാണ്, ആ ഡോക്യുമെന്റിന്റെ ഭാഗമാണ്. അതെ, അതിലുള്ള ചോദ്യങ്ങളല്ലേ ഉള്ളൂ. ഇത്ര രൂപ ചെയ്യാത്ത സേവനത്തിന് എങ്ങനെ പണം വന്നു എന്നുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ഇവിടെ നേതാക്കള് UDF നേതാക്കള് പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി സംഭാവനത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്, കണക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ളൊരു പ്രശ്നം ശ്രീകുമാർ, ഇപ്പൊ വീണ വിജയന് സേവനം കൊടുക്കാൻ ഒരു കമ്പനി ഉണ്ട്. കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ, കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. ഒരു കമ്പനിയിൽ സേവനത്തിനാണ് കരാർ ഉണ്ടാക്കിയതെന്നെങ്കിലും പറയാം. ഈ നേതാക്കൾക്ക് ഇപ്പോ RCക്കും EKക്കും PKക്കും ഒന്നും കമ്പനി കൂടിയില്ല. ഇവർക്ക് എന്തെങ്കിലും സേവനം കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാൻ അവര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവന വാങ്ങിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മറന്നുപോയോ? അതല്ലെങ്കിൽ അവർ ഞങ്ങളുടെ സംഭാവന വാങ്ങിന്റെ റെസീറ്റും കൊടുത്തിട്ടുണ്ടെന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അവര്. അത് ഞാൻ പറഞ്ഞാൽ അതൊക്കെ അന്വേഷിച്ചോളൂ, വിരോധമില്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണെന്നും ഇതിൽ വേറൊരു ഇഷ്യൂ ഇല്ല എന്നും പറഞ്ഞ പാർട്ടി അവസാനം എന്തിനാണ് ഒരു പക്ഷം പിടിച്ചത്? അങ്ങനെ കേസ് പോയ ആരും ഇതിൽ ഇടപെടുന്നു? ഇവിടെ ഇപ്പൊ എത്രയോ കമ്പനികൾക്ക് തമ്മിൽ തർക്കമുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വ്യവസായ സംരംഭകരാകാൻ പാടില്ല ഒന്നുമില്ലല്ലോ. അവർ സംരംഭയാകെ അവരുടെ കമ്പനിയിൽ തർക്കം ഉണ്ടാവും, തർക്കത്തിന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ഇവിടെ അതല്ലല്ലോ വിഷയം ഉണ്ടായത്. വിഷയം വന്നത് ഇത് ഉന്നയിച്ച ആളുകളെ ആക്ഷേപിക്കുക, നിയമസഭയിൽ ഉത്തരം നൽകാതിരിക്കുക, അതിനുശേഷം ഇത് തടയാൻ വേണ്ടി SFIയുടെ റിപ്പോർട്ട് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, മഴവിൽ സഖ്യം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക, മാത്യു കുഴൽനാടൻ പാഠം പിടിച്ചു എന്ന് പറയുക. ഇങ്ങനെ ഒരാഴ്ച മുമ്പുള്ള ആക്ഷേപങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തിനാ അതിന്റെ പിന്നാലെ പോയി? എന്റെ അഭിലാഷ്, ഇതിപ്പോ കേരളത്തില് ഈ BJP ഇപ്പൊ നമ്മുടെ പ്രിന്റ് പറഞ്ഞല്ലോ ജയിലിൽ പോകുന്നത്. എവിടെ ജയിലിൽ പോവാൻ? എത്ര കാപ്പി ആരൊക്കെ കുടിക്കുന്ന ആർക്കറിയാം? ഇതൊന്നും ജയിലിലൊന്നും പോവില്ല. ഈ റെജി ലൂക്കോസും പ്രിന്റും ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ കോൺഗ്രസ് ആണ് മുഖ്യ ശത്രു 2 കൂട്ടരുടെയും. ഇവിടെ CPM ഭരിക്കുന്നതാണ് BJPക്ക് ഇഷ്ടം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? BJPയുടെ വക്താവിനെ കണ്ട LDF കൺവീനർക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് സെക്രട്ടേറിയറ്റ് ഇടം കൊടുത്തത് നിസ്സാര കാര്യമാണോ? പഴയ കാലത്ത് തന്നെ പാർട്ടിക്ക് പുറത്തല്ലേ? നമ്മുടെ G സുധാകരൻ ഇപ്പോഴും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് മാറി. അതാണ് കാലം. BJPക്കെതിരെ യാതൊരു നടപടിയും കേരളത്തിലെ CPM എടുക്കുന്നില്ലെന്ന് നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ. ഇതിലിപ്പോ വിഷയം എന്താണെന്ന് വെച്ചാല് ഈ ഏത് ഏജൻസികൾ അന്വേഷിക്കാൻ വന്നാലും ശരി, ഇത് രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ CPMഉം BJPയും ഒന്നാകും. അതുകൊണ്ട് ഇത് കോൺഗ്രസ് വിരുദ്ധ ഒരു സഖ്യത്തിന്റെ നിലപാടെന്ന നിലയ്ക്ക് ഈ കേസ് നീണ്ടു പോകും, ലാവ്ലി കേസ് പോലെ. ശരി, പറയൂ ശ്രീ ലൂക്കോസ്, പറയൂ, നമുക്ക് അവസാനിപ്പിക്കും. സാറേ ശ്രീകുമാർ സാറേ, ഇത് നിയമ നടപടിയിലേക്ക് പോകുന്നുള്ള ഗ്യാരണ്ടി ആയി കഴിഞ്ഞു. നിയമ നടപടിയിലേക്ക് പോയാൽ നിങ്ങളുടെ മുഖമാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ AK ആന്റണി മന്ത്രിസഭ കൊടുത്ത അന്തിമ അനുമതി ഉൾപ്പെടെ നിങ്ങളുടെ നേതാക്കന്മാരും ഘടകകക്ഷി നേതാക്കന്മാരും പഠിച്ച പണം ഉൾപ്പെടെ, അതുപോലെ തന്നെ ഇപ്പൊ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം ഇവിടെ പറയാം. ഈ 20 കോടി രൂപ വാങ്ങിച്ച ആരാന്നറിയാലോ? 20 കോടി രൂപ കൊടുത്ത ആരാണെന്നുള്ളത് ഞാൻ ആ പേര് പറയുന്നില്ല. അപ്പൊ അതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആർക്കൊക്കെയാണ് പൈസ കൊടുത്തെന്നും ഇവരെല്ലാം മേടിച്ചത് കൈക്കൂലിയായിട്ടാണ് വാങ്ങിച്ചത്. കാരണം ത്രൂ ബാങ്ക് അല്ല, ഇതെല്ലാം അക്കൗണ്ടിലാണ് മേടിച്ച അവകാശ. വീണ വിജയം മേടിച്ച സേവനത്തിന് വാങ്ങിച്ച പൈസ ത്രൂ ബാങ്കാ. സാധാ സാർ ആദ്യം മനസ്സിലാവണം, അത് സെറ്റിൽമെന്റ് നടത്തിയതാണ്. സെറ്റിൽമെന്റ് നടത്തിയത് ആരോപണം. അപ്പൊ രാഷ്ട്രീയ ആരോപണമാണ്. പാർട്ടിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നതിന് BJPയുടെ ഒപ്പം ചേർന്നുകൊണ്ട് ഇതിന്റെ വെളിവാവട്ടെ.